കൊല്ലം ജില്ലയിൽ തന്നെ ഒരു ഡിവൈഎഫ്ഐയുടെ നേതാവ് വിഘ്നേഷ്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്നപ്പോ അയാൾ വന്ന് പറയുകയാണ്, 3 കൊല്ലമായി എന്നെ ഒരു SI അടിച്ച് അവശനാക്കിയിട്ട്, പക്ഷേ എനിക്ക് നീതി മേടിച്ചു തരാൻ ഇവിടുത്തെ സർക്കാരിനോ എന്റെ പ്രസ്ഥാനത്തിനോ സാധിച്ചിട്ടില്ല എന്ന് ഒരു ഡിവൈഎഫ്ഐക്കാരൻ പറയുകയാണ്. മിനിങ്ങാന്നാണ് നെടുമ്പന CPM-ന്റെ ലോക്കൽ സെക്രട്ടറി പറയുകയാണ്, ഞാന് വെൽഡിംഗ് പണിക്ക് പോയിട്ടാണെങ്കിലും ജീവിച്ചോളാം, പക്ഷേ യൂത്ത് കോൺഗ്രസ്സുകാരെ തലപൊക്കാൻ അനുവദിക്കില്ല എന്നാണ് ഈ സന്ദീപ് പറഞ്ഞത്. ഏത് കേരള പോലീസിന്റെ യൂണിഫോം ഇട്ട സന്ദീപ് എന്ന് പറയുന്ന പിണറായി വിജയന്റെ വാലാട്ടിയായ പേപ്പട്ടി പറയുകയാണ്, നിങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാരെ ഇവിടെ എഴുന്നേക്കാൻ സമ്മതിക്കില്ല എന്ന്. എടാ സന്ദീപേ, നീ വെൽഡിംഗ് പണിക്ക് പോകേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. കാരണം ഡിസ്മിസിൽ ചെയ്ത എന്തെങ്കിലും ഒരു പണി വേണം. ഒരു പണിയെ ഞാൻ അപമാനിക്കുന്നില്ല, നല്ല പണിയാണ്. പക്ഷേ നീ വെൽഡിംഗ് പണിക്ക് ഈ വഴി ഇങ്ങനെ അങ്ങ് കടന്നു പോകുമ്പോ യൂത്ത് കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവ് ഈ തെക്കൻ ഭാഗത്ത് വെച്ച് നിന്റെ ചെകിട്ടിനിട്ട് 2 അടി അടിച്ചാൽ സന്ദീപെ ഒന്നും വിചാരിക്കരുത്, പിന്നെ പോലീസിന് കിട്ടുന്ന പരിരക്ഷ നിനക്ക് കിട്ടില്ല. 353 സെക്ഷൻ ഇവിടെ നടക്കില്ല. അതുകൊണ്ട് തന്നെ ഈ യൂണിഫോം അങ്ങ് അഴിച്ചു വെച്ചാൽ സന്ദീപെ നീയും മനുഷ്യനാണ്, ഞങ്ങളും മനുഷ്യരാണ്. ഈ യൂണിഫോം അങ്ങ് അഴിച്ചു വെച്ചാൽ നിനക്കും ഒരേ നിയമമാണ്, ഞങ്ങൾക്കും ഒരേ നിയമമാണ്. അതുകൊണ്ട് സുജിത്തിന്റെ മേലേക്ക് വീണ ഓരോ അടിക്കും പകരം ചോദിക്കാതെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനം അടങ്ങില്ല. നെടുമ്പന CPM-ന്റെ ലോക്കൽ സെക്രട്ടറി പറയുകയാണ്, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നപ്പോ കൂമ്പിനിട്ട് ഇടിയാണ് ആദ്യം കിട്ടിയത് എന്ന്. CPM-കാരൻ ഈ അവസ്ഥയാണെങ്കിൽ കേരളത്തിലെ സാധാരണക്കാരന്റെ അവസ്ഥ എന്താണ് ഈ ഭരണത്തിന് കീഴിൽ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണ്ടേ? എടാ സന്ദീപേ, നീ വെൽഡിംഗ് പണിക്ക് പോകേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. കാരണം ഡിസ്മിസിൽ ചെയ്ത എന്തെങ്കിലും ഒരു പണി വേണം. ഒരു പണിയെ ഞാൻ അപമാനിക്കുന്നില്ല, നല്ല പണിയാണ്. പക്ഷേ നീ വെൽഡിംഗ് പണിക്ക് ഈ വഴി ഇങ്ങനെ അങ്ങ് കടന്നു പോകുമ്പോ യൂത്ത് കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവ് ഈ തെക്കൻ ഭാഗത്ത് വെച്ച് നിന്റെ ചെകിട്ടിനിട്ട് 2 അടി അടിച്ചാൽ സന്ദീപെ ഒന്നും